ഡൽഹിയിലെ ഇന്ത്യ വിരുദ്ധ പാറ്റാ സമരമുണ്ടല്ലോ, അവർ തമ്മിലടിക്കാൻ തുടങ്ങി. പാറ്റകൾ തമ്മിൽ തല്ലാണ്. പാറ്റകൾക്കല്ലെങ്കിലും ഈ സ്വഭാവമുണ്ട്. തമ്മിൽ തമ്മിൽ തിന്നു തീർക്കാറുള്ള ജീവികളാണത്. ആഹാരം കിട്ടിയില്ലെങ്കിൽ തമ്മിൽ തിന്നാൻ പോലും മടിയില്ലാത്ത വർഗം. അപ്പോൾ ആ സ്വഭാവത്തിലേക്ക് ഈ കൂറക്കൂട്ടങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഗീതാഞ്ജലി ആങ്മോ, ഈ പേര് കേട്ടിട്ടുണ്ടാവുമോ? ഇത് കേട്ടിട്ടില്ലെങ്കിൽ ഇനിയൊരു പേര് പറയാം, അതൊരു പക്ഷേ അറിയുമായിരിക്കും. അത് സോനം വാങ്ചുക് എന്നാണ്. സോനം വാങ്ചുക്കിൻ്റെ ഭാര്യയാണ് ഗീതാഞ്ജലി ആങ്മോ. ഗീതാഞ്ജലി ആങ്മോ പറയുകയാണ്, കോൺഗ്രസ് ഇവിടെ വന്ന് മുതലെടുപ്പ് നടത്തുകയാണ്, രാഹുൽ ഗാന്ധി വന്ന് മുതലെടുപ്പ് നടത്തുകയാണ് എന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഉണ്ടായ സമരത്തിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് ഗീതാഞ്ജലി ആങ്മോ. അതുമാത്രവുമല്ല, രാഹുൽ ഗാന്ധിക്ക് നിശ്ചിതമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ വന്നിട്ട് ഈ സമരത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ രാഷ്ട്രീയ ലാഭം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു എന്ന് ഗീതാഞ്ജലി ആങ്മോ പറയുന്നു. ഗീതാഞ്ജലി ആങ്മോ, നിങ്ങൾ ഇത്രയ്ക്ക് നിഷ്കളങ്കയാണോ? നിങ്ങൾ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണോ? അല്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരമല്ല എന്ന്. ഇത് വിദ്യാർത്ഥികൾക്കോ വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും അവകാശങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള സമരമല്ല. വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർച്ചയായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച. ആ പ്രശ്നം പരിഹരിച്ചില്ലേ? പരിഹരിക്കുകയും വീണ്ടും പരീക്ഷ നടത്തുകയും കുട്ടികൾ വിജയിക്കുകയും ചെയ്തു. ആദ്യം ഈ ചോർച്ച നടത്തിയവരെല്ലാം തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലായി. അവർ കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ മുഖ്യ പ്രതിയുടെ വീട് മഹാരാഷ്ട്ര സർക്കാർ ഇടിച്ചു നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അനധികൃതമായി നിർമ്മിച്ചതായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പാറ്റാ സമരം മറ്റു ചിലർ ഹൈജാക്ക് ചെയ്യുന്നു. സോനം വാങ്ചുക്കിന് കിട്ടേണ്ട ഗുണഫലം കിട്ടാതെ പോകും, ആ രാഷ്ട്രീയ ഗുണഫലം കിട്ടാതെ പോകുമെന്ന് ഗീതാഞ്ജലി ആങ്മോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അണ്ണാ ഹസാരെയുടെ സമരം നടക്കുന്നു. അന്ന് 10-15 അഴിമതി കേസുകളാണ് പ്രധാനമായിട്ടും. വൻപൻ കുംഭകോണങ്ങൾ, ലക്ഷം കോടികളുടെ കുംഭകോണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായ സമയത്ത് അണ്ണാ ഹസാരെയുടെ സമരം നടക്കുന്നു. ആ സമയത്ത് അതിൻ്റെ മുന്നണിയിലേക്ക് വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ആ കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ട് മാറിയ അരവിന്ദ് കെജ്രിവാൾ. പിന്നെ കിരൺ ബേഡി ഉണ്ടായിരുന്നു, പിന്നെ യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നു. യോഗേന്ദ്ര യാദവ് ഒക്കെ മറ്റ് വഴിയിലേക്ക് പോയി, കിരൺ ബേഡി BJP-യിലേക്ക് വന്നു, പിന്നീട് ഗവർണറൊക്കെ ആയി. എന്തായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ചെയ്ത്? ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി. ഇവിടെ CJP എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തുടങ്ങി വെച്ചതിൻ്റെ പിന്നാലെ, അതായത് അഭിജിത്ത് ദീപ്കെ തുടങ്ങിയ ഈ മൂവ്മെൻറ്റ് പ്രത്യേകിച്ചൊരു കാര്യവും ഇല്ലാതെയാണ്, കോക്രോച്ച് എന്ന് പറയുന്ന ഒരു സറ്റയറിൽ നിന്നാണ് തുടങ്ങിയത്. ആ സറ്റയറിൽ നിന്ന് തുടങ്ങിയതിൻ്റെ ഗുണഫലം ഈ നിരാഹാരത്തോടുകൂടി സോനം വാങ്ചുക്കിലേക്ക് എത്തിക്കാനായിരുന്നു ഗീതാഞ്ജലി ആങ്മോയുടെ അടക്കമുള്ള ആഗ്രഹം. പക്ഷേ അതിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ഈ കാര്യങ്ങളെ മറ്റൊരു രാഷ്ട്രീയ മംഗളത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി കേരളത്തിലെ മാപ്രകളും നാഷണൽ ലെവലിലുള്ള ചില മാപ്രകളും ഒക്കെ ചേർന്നിട്ട് പുതിയ പദ്ധതി മെനഞ്ഞു. ആരുടെ കരുത്തോടു കൂടി? വിദേശ ശക്തികളുടെ കരുത്തോടു കൂടിയിട്ട്. അത് എങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പബ്ലിക് TV ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു വാർത്ത. CJP-യുടെ സമരത്തിൽ വിദേശികളുണ്ടായിരുന്നു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കാൻ, പോലീസിന് നേരെ കല്ലെറിയാൻ വിദേശികളുണ്ടായിരുന്നു. അവർ തന്നെ എടുത്ത ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ ഇൻ്റർനെറ്റിലുണ്ട്. അവർ തന്നെ എടുത്ത ഫോട്ടോകളും വീഡിയോകളും അവർ ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. അമേരിക്കൻ പൗരന്മാർക്ക് എന്താണ് ഇന്ത്യയുടെ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടാനുള്ളത്? നമ്മളിപ്പോൾ പോയിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെടുന്ന പണിയാണ് അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത്. ഇന്ത്യക്കാരൻ, ഞാൻ ഇന്ത്യൻ സിറ്റിസണാണ്, ഞാൻ UK-യിലേക്ക് ഒരു വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മുന്നിൽ ചെന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ എങ്ങനെയുണ്ടാകും? അത് നിയമവിരുദ്ധമാണ്, പരമാധികാരത്തിനെതിരെ. അവർക്ക് എന്നെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. നിയമവിരുദ്ധമായിട്ട് അവർ പ്രവർത്തിച്ചതിന് അവർക്ക് ജയിലിൽ വേണമെങ്കിലും ഇടാൻ കഴിയും. ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മിക്കവാറും രാജ്യങ്ങൾ രാജ്യാന്തര ബന്ധത്തെ മാനിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇവിടെ അമേരിക്കൻ പൗരന്മാർ വന്നിട്ട് നമ്മുടെ ജന്തർ മന്ദറിലും ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വസതിക്കടുത്തും വന്നിട്ട് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അവർ നമ്മുടെ പോലീസിന് നേരത്തെ കല്ലെറിയുന്നു. അപ്പോൾ അമേരിക്കക്കാർക്ക് വ്യക്തമായ താല്പര്യമുണ്ട്, FCRA താല്പര്യം. FCRA തുലഞ്ഞു പോകുന്നു. FCRA വഴി ഇവരുടെ ഇടപാടുകൾ, ബിസിനസ്സുകൾ തുലഞ്ഞു പോകുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അനധികൃതമായ പണത്തിൻ്റെ ഇടപാട് ഇവിടെ നടത്താൻ കഴിയാതെ വരും. അതൊക്കെ തന്നെയാണ് ഈ യോഗേന്ദ്ര യാദവിനൊക്കെ പറ്റുന്ന പ്രശ്നം. അതൊക്കെ തന്നെയാണ് ഈ പ്രകാശ് രാജിനൊക്കെ, ഈ മിഷണറീസിൻ്റെയും ഇവാഞ്ചലിസ്റ്റുകളുടെയൊക്കെ പൈസ കിട്ടണ്ടേ, അത് കിട്ടാതാവുമ്പോൾ ഇവർക്കൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുതന്നെയാണ് കേരളത്തിലെ മിക്ക സിനിമാക്കാരുടെയും പ്രശ്നമായിട്ട് വരുന്നത്. കള്ളപ്പണമില്ലാതെ സിനിമയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ സിനിമാക്കാർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കള്ളപ്പണ ഒഴുക്ക് ഇവിടെ ഉണ്ടായില്ലെങ്കിൽ അതിന് തടയിട്ടാൽ രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടായാലൊക്കെ തന്നെ വലിയ പ്രശ്നമാണെന്നേ. അതുകൊണ്ടാണ് ഈ സിനിമാക്കാരിങ്ങനെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുരയ്ക്ക്, ഈ സെലിബ്രിറ്റി കുരയ്ക്ക് വലിയ ബലമൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും ഗീതാഞ്ജലി ആങ്മോയുടെ പറച്ചിലൂടെ തന്നെ ഈ പറയുന്ന സോനം വാങ്ചുക്കിൻ്റെയും കോൺഗ്രസിൻ്റെയും തമ്മിലുള്ള ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു. CJPയും കോൺഗ്രസും തമ്മിൽ രണ്ട് തട്ടിലായിരിക്കുന്നു. അഭിജിത്ത് ദീപ്കെ തന്നെ പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് അല്ല ഈ സമരത്തിലേക്ക് വരേണ്ടത്, ഞാനാണ് ഇത് നയിക്കേണ്ടത്, ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ഞാനാണ്. രാഹുൽ ഗാന്ധി വന്നതോടുകൂടി അഭിജിത്ത് ദീപ്കയുടെ സ്ഥാനം പുറത്തേക്ക് പോയി. അതുകൊണ്ട് അഭിജിത്ത് ദീപ്കെ അപ്രസക്തനായി മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്. രാഹുൽ ഗാന്ധിയുമായിട്ടും ചർച്ചയ്ക്ക് റെഡിയാണെന്ന് പാർലമെൻറ്റിൽ പറയുന്നു, ആരുമായിട്ടും ചർച്ചയ്ക്ക് റെഡിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വന്ന ചുളിവിന് മുമ്പിൽ കയറി ഈ പറയുന്ന വെള്ളിമൂങ്ങ സിനിമയിലെ മാമച്ചനെ പോലെ വന്ന് ഗോളടിച്ചിട്ട് പോയ ആൾ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ട പബ്ലിസിറ്റി കിട്ടി, അറസ്റ്റ് വരിച്ചതോടുകൂടി അപ്പോൾ അഭിജിത്ത് ദീപ്കെ ഔട്ടാവുന്നു എന്ന് വരുന്നു. അവിടെ തന്നെ അഭിജിത്ത് ദീപ്കയും കോൺഗ്രസ് തമ്മിലുള്ള പ്രശ്നം തുടങ്ങി. ആ പ്രശ്നത്തിൻ്റെ തുടർച്ചയാണ് ഗീതാഞ്ജലി ആങ്മോയിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇനി അത് മാത്രമാണോ? പ്രൊട്ടസ്റ്റേഴ്സിനിടയിൽ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞ് CJPക്കാർ തമ്മിലടിക്കുകയാണ്. അതിലൊന്ന് മുസ്ലിം വിഭാഗവും മറ്റൊന്ന് സിഖ് വിഭാഗവുമാണ്. അർജൻ സിംഗിനെ അപമാനിച്ചുകൊണ്ട്, അതായത് സിഖ് ഗുരുക്കന്മാരെ അപഹസിച്ചുകൊണ്ട് ഒരു സൈഡിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ മുദ്രാവാക്യം വിളിക്കുന്നു. ഇസ്ലാമിസ്റ്റുകളെ ജിഹാദികളെയും ചീത്ത വിളിച്ചുകൊണ്ട് സിഖുകാരുടെ മറ്റൊരു വിഭാഗം ഈ പറയുന്ന ഖാലിസ്ഥാൻവാദികൾ നിൽക്കുന്നു. അങ്ങനെ ഈ ഖാലിസ്ഥാൻവാദികളും ഇസ്ലാമിസ്റ്റ് ജിഹാദികളും തമ്മിലുള്ള അടിയും കൂടി ഈ പറയുന്ന CJPയിൽ നടക്കുന്നുണ്ട്. ആർക്ക് മേധാവിത്വം എന്നുള്ളതാണ് ഖാലിസ്ഥാൻവാദികളും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള. ഇതൊക്കെ ചെറിയ വിഭാഗങ്ങളാണ് കേട്ടോ. ആകപ്പാട് 2000-3000 പേരാണ് ആ സമരത്തിലുണ്ടായിരുന്നത്. പരമാവധി 3000 പേര്. അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരൊന്നും ആ സമരത്തിനില്ലായിരുന്നു. 2000-3000 പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. 5000 പേര് പോലും ഡൽഹിയിൽ നടന്ന CJP സമരത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ആ 5000 പേർക്കിടയിൽ തന്നെ ഒരു 500 ഒക്കെ വീതം വരുന്ന ഇസ്ലാമിസ്റ്റുകളും ഖാലിസ്ഥാൻവാദികളും തമ്മിലുള്ള രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു. അവർ തമ്മിൽ ഇപ്പോൾ അടി നടക്കുകയാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള അടി മാത്രമല്ല, ഇവർക്കിടയിൽ ഇസ്ലാമിസ്റ്റുകളും മുസ്ലിങ്ങളും സിഖുകാരും എന്നുള്ള നിലയിൽ കൂടി രണ്ട് വിഭാഗങ്ങളായിട്ട് ഇവർ നിൽക്കുന്നു. അത് സാധാരണ മുസ്ലിങ്ങളോ സിഖുകാരോ അല്ല കേട്ടോ, ഇസ്ലാമിസ്റ്റുകളും ഖാലിസ്ഥാൻവാദികളുമാണ്. രണ്ട് തീവ്രവാദ വിഭാഗങ്ങൾ തമ്മിൽ കൂടി CJPയിൽ അടി ഉണ്ടാകുന്നു. അവർ തമ്മിൽ സംഘട്ടനം ഉണ്ടാകുന്നു. അത് ഈ പറയുന്ന മൂവ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ സമരം ചെയ്യുന്നത്? അനീതിക്കെതിരെ. ഏത് അനീതി? പ്രശ്നം പരിഹരിച്ചില്ലേ? നീറ്റ് ചോർച്ചയാണെങ്കിൽ പ്രശ്നം പരിഹരിച്ചല്ലോ. പിന്നെ എക്സാം നടത്തുകയും ചെയ്തു. കുട്ടികൾ സമാധാനമായി പരീക്ഷ എഴുതി, അവർ വിജയിക്കുകയും ചെയ്തു. പിന്നെ ആർക്കാണ് പ്രശ്നം? കുട്ടികളുടെ പ്രശ്നമല്ല. അവിടെ വരുന്നത് മൊത്തം ക്രിമിനലുകളാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം അന്ത്യയുദ്ധത്തിന് സമയമായിരിക്കുന്നു. ഇതാ അവസാനിക്കാൻ പോകുന്നു, അവസാനിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾ എത്തിയതാണ് ഇവിടെ എന്ന് പറയുന്നവർ, BJP അധികാരത്തിൽ വന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാണ് എന്ന് പറയുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഏതായാലും അവർക്കിടയിൽ തമ്മിലടി ഉണ്ടായിരിക്കുന്നു. ഗീതാഞ്ജലി ആങ്മോയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു പക്ഷത്തെ ഏറ്റുമുട്ടുമ്പോൾ കോൺഗ്രസിനെതിരെ അഭിജിത്ത് ദീപ്കെ ഏറ്റുമുട്ടുന്നു. അതുമാത്രവുമല്ല, ഖാലിസ്ഥാനികളും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ ഈ പറയുന്ന CJP പ്രൊട്ടസ്റ്റിനകത്ത് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കടിപിടി കൂടുന്ന കൂട്ടങ്ങൾ, കൂറക്കൂട്ടങ്ങൾ തമ്മിലടിച്ച് തീരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. രാഷ്ട്രീയമായ ഒരു വീക്ഷണമില്ലാത്തതിൻ്റെ, രാഷ്ട്രീയ ലക്ഷ്യമില്ലാത്തതിൻ്റെ ഇതൊരു മോബ് മാത്രമാണ്, ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടം തമ്മിലടിച്ച് ചിതറിപ്പോകുന്ന വെറും കൂറക്കൂട്ടമാണ് എന്ന് തെളിയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.